നമസ്കാരം. എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് എന്ന് ചോദിച്ചാൽ അതിനുള്ള കൃത്യമായ ഉത്തരം ഇന്ന് രണ്ട് ബി ജെ പിക്കാർ തന്നെ തന്നിട്ടുണ്ട്. ഒരാൾ കേരളത്തിലുള്ള വളരെ ഉന്നതമായ പദവികളിലൊക്കെ ഇരുന്ന ഒരു വ്യക്തിയാണ് ആർ ശ്രീലേഖ. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP, ഇന്റലിജൻസ് ADGP അങ്ങനെയൊക്കെയുള്ള പദവികളിൽ ഇരുന്ന, കേരളത്തിലെ പോലീസിന്റെ തലപ്പത്തിരുന്ന ഒരു വനിതയാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ആവർത്തിച്ചില്ല എന്ന് പറഞ്ഞ, കേരളത്തിലെ പോലീസ് അന്വേഷിച്ച അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് അവരിന്ന് വീണ്ടും പറഞ്ഞു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇവരൊക്കെ ഒരു ജനപ്രതിനിധിയായാൽ എന്തായിരിക്കും കേരളത്തിലെ ഒരു അവസ്ഥ, അതുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. ഒരാൾ ശ്രീലേഖയാണെങ്കിൽ മറ്റത് അതിനേക്കാളൊക്കെ ഉയർന്ന കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയിലേക്ക് ഞാൻ പിന്നെ വരാം. എന്തായാലും ശ്രീലേഖ ഇന്ന് പറഞ്ഞത് ഇവിടെ ലവ് ജിഹാദ് ഉള്ളത് കൊണ്ട് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നാണ്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ശ്രീലേഖയുടെ ഈ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് അതിനടിയിൽ വരുന്ന കമന്റുകൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ചില ആളുകൾ ചോദിക്കുന്നത്, ഇവിടെ ഉന്നത പോലീസ് ഓഫീസറായിരുന്ന, അങ്ങനെ ജോലി ചെയ്തിരുന്ന കാലത്ത് നിങ്ങളെ ആരോ ഉമ്മ വെക്കാൻ ശ്രമിച്ചു എന്നൊക്കെ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞിരുന്നു. ലവ് ജിഹാദിന്റെ ഭാഗമായിട്ടാണോ ഉമ്മ വെക്കാൻ ശ്രമിച്ചത്? അന്ന് എതിർക്കാതിരുന്ന, പരാതി കൊടുക്കാതിരുന്ന നിങ്ങൾക്ക് ഇന്ന് ഇതൊക്കെ പറയാനുള്ള എന്ത് അവകാശമാണുള്ളത്? ഉന്നത പോലീസ് ഓഫീസറായിരുന്നു നിങ്ങളന്ന്. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾക്കെതിരെ മോശമായി പെരുമാറുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്ന് പരാതി കൊടുക്കേണ്ടതല്ലേ? അന്ന് പരാതി കൊടുക്കാതെ ഇന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുന്നത് ശരിയാണോ? നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് അന്ന് നിങ്ങളെ ഉമ്മ വെക്കാൻ ശ്രമിച്ച ആ വിഷയവുമായി ബന്ധപ്പെട്ടാണോ എന്നൊക്കെയാണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത്. എന്തായാലും അങ്ങനെ ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അവരിവിടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പീഡനത്തിനിരയായിട്ടുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യമായി പറഞ്ഞു, പ്രായപൂർത്തിയായവരെ കുറിച്ച് പറഞ്ഞു എന്നാണ് ശ്രീലേഖ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അത് പറയാൻ പാടില്ല. പീഡന കേസുകളുമായി ബന്ധപ്പെട്ട് ഇരകളുടെ പേര് വിവരങ്ങൾ പറയാൻ പാടില്ല. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഇവിടെ മ്യൂസിയം പോലീസ്, തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അവർക്കെതിരെ പോക്സോ കേസ് എടുത്തിരുന്നു. അങ്ങനെ ഒരു പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള ശ്രീലേഖയാണ് ഇപ്പോൾ പറയുന്നത് ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്, സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന്. ഇത്തരത്തിലുള്ള ആളുകൾ നാളെ ജനപ്രതിനിധികളായിട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും BJPക്ക് വോട്ട് ചെയ്യാൻ പാടില്ല. മറ്റൊരു വ്യക്തി രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററാണ് രാജ്യത്തിന്റെ. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ദൈവങ്ങളും സുരക്ഷിതരല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. ജനങ്ങളും അതുപോലെ തന്നെ ദൈവങ്ങളും സുരക്ഷിതരല്ല എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള ആളുകളുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ നടന്ന ഒരു സംഭവമുണ്ട്, വാർത്ത നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടു കാണും. സനൽ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ഒരു വ്യക്തി കോട്ടയത്ത് നീണ്ടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു അമ്പലത്തിലെ ഭഗവതിയുടെ ആഭരണങ്ങൾ പോയി കൊള്ളയടിച്ചു. ശാന്തിക്കാരനെയൊക്കെ തട്ടിമാറ്റി അതിക്രമിച്ച് അമ്പലത്തിനകത്ത് കയറിയിട്ടാണ് ഇവിടെ സ്വർണമാലയും അതുപോലെ തന്നെ വെള്ളിമാലയും മറ്റു ചില ആഭരണങ്ങളുടെ പേരൊക്കെ പറയുന്നുണ്ട്, ആ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അടിച്ചു മാറ്റിയത്. അതിന്റെ ഭാഗമായി ഇയാളെ പോലീസ് പിടിച്ചു, അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇപ്പോൾ ജയിലിലാണ്. ഇതാണ് അവസ്ഥ. ഇത്തരത്തിൽ സ്വന്തം ആളുകൾ തന്നെ അമ്പലവിരോധികളായിട്ടുള്ള ആളുകൾ, ദൈവത്തെ കൊള്ളയടിക്കുന്ന ആളുകൾ അവരിവിടെ ധാരാളമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ അധികാരത്തിലെത്തിയാൽ, ഇപ്പോൾ ഇടക്ക് ചില വിഷയങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, താപ്പ് കിട്ടിയ ചില ആളുകളൊക്കെ അടിച്ചു മാറ്റുന്നുണ്ട്. എന്നാൽ ഇതൊരു സ്ഥിരം പരിപാടിയാക്കി മാറ്റും. അധികാരത്തിലില്ലാതിരുന്നിട്ടും കാര്യമായ രീതിയിൽ ജനപ്രതിനിധികൾ ഇല്ലാതിരുന്നിട്ടും ഈ കേരളത്തിലെ അമ്പലങ്ങളിൽ ഒരുപാട് അക്രമങ്ങൾ ഇവിടെ BJPക്കാരായിട്ടുള്ള സംഘപരിവാർ സംഘടനകളുമായി ബന്ധമുള്ള ആളുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഇനി അധികാരത്തിലെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇവർ അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? UPയിലും അതുപോലെ തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളിലുമൊക്കെ എത്രയോ സ്ത്രീകളെ പൊതുജനത്തിന് മുന്നിൽ വെച്ച് കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ക്രൂരമായി ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് എത്രയോ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, കാരണം നീ അങ്ങനെ വീണ്ടും പേരുകൾ എടുത്തു പറഞ്ഞ് ആ ഇരകളെ അപമാനിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പേരുകളൊക്കെ പലരും പറഞ്ഞതാണ്, നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. എന്തായാലും ഒരു കാരണവശാലും ഈ ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം അത് BJPക്ക് ചെയ്യരുത്. ആരാണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മതമേതാണെങ്കിലും അത് BJPക്ക് ചെയ്യരുത്. എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.